ബഹുമാനപ്പെട്ട എസ്.കെ. വസന്ത മാഷ്, ഡോക്ടർ പ്രിയ ജയശീലൻ, പ്രിയങ്കരനായ രാവുണ്ണി മാഷ്, ശ്രീ അരവിന്ദൻ മണിക്കശ്ശേരി, ശ്രീമതി രാജ്കുമാരി വിനോദ്, സദസ്സിലുള്ള ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രിയ സുഹൃത്തുക്കളെ, സാഹിത്യ അംഗങ്ങളെ, ഇന്ന് ലോക കവിതാ ദിനം കൂടിയാണ്. ലോക കവിതാ ദിനമായതിൻ്റെ തുടർച്ചയായിട്ടാണ് കുഞ്ഞുണ്ണി മാഷ് സ്മൃതി സാഹിതി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് മുൻകൂട്ടി നമ്മൾ ആസൂത്രണം ചെയ്തതല്ല, യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. കവിതാ ദിനത്തിൽ തന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ജീവിതത്തെക്കുറിച്ചും മാഷുമായിട്ടുള്ള സൗഹൃദങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുവാനും ചർച്ച ചെയ്യുവാനും നമുക്ക് കിട്ടിയ ഏറ്റവും അസുലഭമായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇന്നത്തെ ദിവസം. സാധാരണഗതിയിൽ മൺമറഞ്ഞു പോയ നമ്മുടെ സാഹിത്യ നായകന്മാരെ കുറിച്ചൊക്കെ ഇത്തരത്തിലുള്ള അനുസ്മരണ പരിപാടികൾ നിരവധിയായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സാഹിത്യത്തിൽ നടത്തുന്ന സ്മൃതി പരിപാടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഒരു അനുസ്മരണ ചടങ്ങല്ല എന്നുള്ളതാണ്. മറിച്ച് കാലം അവർക്ക് നൽകേണ്ട ആദരവിനെ, അത് അവരുടെ സംഭാവനകൾ ചർച്ച ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ആദരവാക്കി മാറ്റിയാണ് സാഹിതി പലപ്പോഴും അത്തരം സാഹിത്യ നായകരെ, എഴുത്തുകാരെയൊക്കെ ചർച്ചയ്ക്കെടുക്കാറുള്ളതും അവതരിപ്പിക്കാറുള്ളതും. അത്തരത്തിലാണ് കുഞ്ഞുണ്ണി മാഷ് ഇന്ന് സാഹിതിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. കുഞ്ഞുണ്ണി മാഷായിട്ട് തൃശ്ശൂർക്കാരെന്ന നിലയിൽ പ്രത്യേകിച്ചും നമുക്ക് വലിയൊരു ആത്മബന്ധവും കൂടിയുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ തന്നെ കവികളിൽ വലിയ സ്ഥാനമുള്ള ഒരാളാണ് കുഞ്ഞുണ്ണി മാഷെങ്കിൽ തൃശ്ശൂർക്കാരെന്ന നിലയിൽ നമുക്ക് അഭിമാനവും അതിലേറെ സന്തോഷമുള്ള കാര്യമാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകൾ പാടുമ്പോഴും കേൾക്കുമ്പോഴും അവ ചർച്ച ചെയ്യപ്പെടുമ്പോൾ. ഇന്ന് ആ സുലഭ മുഹൂർത്തത്തിൽ നമ്മോട് സംവാദിക്കാനെത്തുന്നത് മലയാളത്തിന് തന്നെ ഏറ്റവും വിശിഷ്ടരായ എഴുത്തുകാരും കുഞ്ഞുണ്ണി മാഷുമായിട്ട് ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ ആത്മബന്ധം പുലർത്തിയിരുന്ന, കാവ്യബന്ധം പുലർത്തുന്ന ഒരു സംഘം പ്രഭാഷകരാണെന്നുള്ളതാണ്. അത് വസന്ത മാഷിലൂടെയും ജയശീല മാഷിലൂടെയും രാവുണ്ണി മാഷിലൂടെയും ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന ശ്രീ അരവിന്ദൻ മണിക്കശ്ശേരിയൊക്കെ കടന്നു പോകുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മറ്റൊന്നുമല്ല സംസാരിച്ചത്, സാധാരണ ഇതിൽ വസന്ത മാഷിൽ നിന്നാണ് നമ്മൾ പ്രഭാഷണ പരമ്പരകൾ തുടങ്ങി വയ്ക്കുന്നതെങ്കിൽ ഇന്നൊരു മാറ്റമുണ്ട്. മാഷ് ഒടുവിലായിട്ടാണ് സംസാരിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രസംഗത്തിൻ്റെ ഓർഡർ നമ്മളൊന്ന് തലതിരിച്ചിടുകയാണ് എന്ന് മാത്രം. അതോടൊപ്പം ശ്രീ അരവിന്ദൻ മണിക്കശ്ശേരി ഇപ്പോൾ നമ്മുടെ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തുന്നതാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളൊക്കെ ഏറെ ഹൃദ്യമായി വായിച്ച് പാടിക്കൊണ്ട് നടന്ന ഒരു പഠന കാലഘട്ടമാണ് എൻ്റെ ഒരു തലമുറയ്ക്കുള്ളത്. ഒരുപക്ഷെ രാവുണ്ണി മാഷിൻ്റെയൊക്കെ എനിക്ക് തൊട്ടു മുമ്പുള്ള ജനറേഷന് കുഞ്ഞുണ്ണി മാഷിൻ്റെ സമകാലികരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പാടി ആസ്വദിച്ച് നടക്കാനുള്ള ഒരു ഭാഗ്യം എൻ്റെ അടുത്ത തലമുറ എന്ന നിലയിൽ എനിക്കൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ മാഷ് എഴുതിയ ഒരു 2 വരികൾ, കോളേജെല്ലാം കുന്നിന്മേൽ, കുട്ടികളെല്ലാം കൂനിന്മേൽ. എൻ്റെ കോളേജ് ഞാൻ പഠിച്ചിരുന്നത് കുന്നിൻ്റെ മുകളിലായിരുന്നു. ഈ കവിത ഇറങ്ങുന്ന കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അതേ ആ പ്രസൻറ്റ് സമയത്ത് തന്നെ എൻ്റെ കോളേജിൽ പഠിച്ചിരുന്ന 2 വിദ്യാർത്ഥിനികൾ തൊട്ട് താഴെ കൂടെ പോകുന്നത് ഒരു പുഴയാണ്, പുഴയുടെ തീരത്തുകൂടി പോകുന്ന ഒരു റെയിൽവേ ട്രാക്കാണ്. ഈ റെയിൽവേ ട്രാക്കിൽ പോയി ആത്മഹത്യ ചെയ്യാനുണ്ടായത് ഈ ഒരേ സമയമാണ്. അപ്പം ഞങ്ങൾ ഈ പാട്ട് പാടുന്ന അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന സമയത്ത് അത് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ 2 പെൺകുട്ടികൾ അന്ന് ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയ ഒരു ആത്മഹത്യ ആയിരുന്നു അന്ന്. അത് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച 2 പെൺകുട്ടികൾ പ്രേമനൈരാശ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ശൈല്യത്തിൻ്റെ പേരിൽ പോയി ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അപ്പം ഈ സമയത്ത് തന്നെയാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത വരുന്നത്. ഈ കോളേജൊക്കെ കുന്നിൻ്റെ മേളിലാണ്, ഈ കുട്ടികളെല്ലാം കൂനിന്മേലിലാണ് എന്നുള്ള ഈ കവിത വരുന്നത് സന്ദർഭോചിതമായിട്ട് വളരെ അനുയോജ്യമായി
തോന്നി. ഞാനിത് എടുത്ത് ഓർമ്മിച്ചു വെക്കാനും പറയാനും കാരണം ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാളായിരുന്നു. അരവിന്ദേട്ടൻ എത്തിയിട്ടുണ്ട്. പറയാം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരു സമയമായിരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കവിതകളൊക്കെ ഉദാഹരണമായിട്ട് എടുത്ത് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം അന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവില് മാഷിന്റെ ഒരു ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനത്തിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ ആക്ഷേപ കവിതകൾ ധാരാളം മാഷ് എഴുതിയിട്ടുണ്ട്. മാഷിന്റെ കാവ്യമണ്ഡലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗവും നർമ്മവും ആക്ഷേപഹാസ്യമൊക്കെ ഉൾപ്പെടുന്നത് തന്നെയാണ് കുഞ്ഞുണ്ണി മാഷൻ. പക്ഷെ വലിയ അർത്ഥതലങ്ങൾ അതിനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കവിത തന്നെ മാഷ് കേരളത്തിലെ ഒട്ടുമിക്ക കോളേജുകളും കുന്നിന്റെ മുകളിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ ഒരു വിദ്യാഭ്യാസ നയം അനുസരിച്ച് കുട്ടികളൊക്കെ കുന്നിന്മേൽ തന്നെയായിരുന്നു. നിരന്തരമായ സമരങ്ങളും കലാപങ്ങളും കലാലയങ്ങളിൽ നടന്നു നിന്നുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസ നയത്തിൽ തന്നെ വരുന്ന പരിഷ്കാരങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കുന്ന കലുഷിതമായ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ വിദ്യാർത്ഥി സമൂഹം കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് മാഷി വരികൾ പറഞ്ഞുകൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് ഒരു അവസരം കാരണമായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ കുഞ്ഞുണ്ണി മാഷ് അത്തരത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി നിന്നു കവിതകളിലൂടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമുക്ക് അങ്ങനെ വെക്കാൻ അത്തരത്തിൽ കവിതകൾ എഴുതുന്ന ആരും കൊണ്ടെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. നുറുങ്ങ് കവിതകളിലൂടെ ആരും തന്നെ ഇന്ന് കവിത എഴുതുന്നില്ല എന്ന് പറയേണ്ടി വരും. നുറുങ്ങ് കഥകളും നുറുങ്ങ് കവിതകളൊക്കെ നിലച്ചു പോയ സാഹിത്യ ശാഖകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മാഷ് നുറുങ്ങ് കവിതകളിലൂടെ കൊണ്ടുവന്ന വലിയൊരു ആശയലോകമുണ്ടായി. വലിയൊരു ആശയം. എല്ലാ കവിതകളിലും അത്രയും വലിയ ആശയമാണ് മാഷ് മുന്നോട്ട് വെച്ചിരുന്നത് എന്നുള്ളതാണ്. ആ കവിതകൾക്ക് ഇന്നും ലഭിക്കുന്ന സജീവത അല്ലെങ്കിൽ അത് അനശ്വരമായിട്ട് നിലനിൽക്കുന്ന കാരണം തന്നെ അതിൻ്റെ ആശയപരമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള സവിശേഷതയാണ് എന്ന് പറയാം. അപ്പം നമ്മുടെ ഭാഷയെയും സാഹിത്യത്തെയും മാത്രമല്ല ഒരു മലയാളിയുടെ ദൈനംദിന ജീവിതത്തെ പോലും സ്പർശിക്കത്തക്കവണ്ണവും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തക്കവണ്ണവും കവിത എഴുതാൻ കഴിഞ്ഞ ജനകീയനായ ഒരു കവി കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വാക്കിൽ തന്നെ നമുക്ക് സ്വയം ഉത്ഭവിക്കുന്ന ഒരു വാത്സല്യമുണ്ട് എന്നുള്ളതാണ്. മാഷിന് എല്ലാവരോടും വാത്സല്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അരവിന്ദേട്ടനും രാവണി മാഷൊക്കെ വളരെ അനുഭവങ്ങളിലൂടെയൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഒരു വാത്സല്യത്തിന്റെ പേര് കൂടിയാണ് കുഞ്ഞുണ്ണി മാഷ് എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ വീട്ടിലുള്ള ഒരാളുടെ കാര്യം പറയുന്ന പോലെയാണ് പലപ്പോഴും കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാര തീവ്രത എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ കവിതാ ദിനത്തിന് മാഷിന്റെ കവിതകളെക്കുറിച്ചും സാഹിത്യ സംഭാവനകളെക്കുറിച്ചും മാഷുമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് കേൾക്കാം. ആദ്യം നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് മാഷിന്റെ ജീവചരിത്രകാരൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ജയശീലൻ സാറാണ്. സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നത്.